ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് പാൽപ്പിടി എന്ന് പറയുന്ന ഒരു ട്രഡീഷണൽ സ്വീറ്റ് അല്ലെങ്കിൽ സ്നാക്സ് ആണ്. നോർമലി അത് സ്വീറ്റായിട്ടാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്. നോർമലി ക്രിസ്ത്യൻസ് അത് വളരെ ട്രഡീഷണലായിട്ട് ഒരു റൈസ് ഡംപ്ലിങ്സ് പാലിനകത്ത് വേവിച്ചെടുത്ത ഒരെണ്ണമാണ്. നമ്മുടെ നോർത്ത് ഇന്ത്യൻസിൻ്റെ രസഗുള പോലെയോ അല്ലെങ്കിൽ ഗുലാബ് ജാമുൻ പോലെയൊക്കെ നമുക്ക് മലയാളികൾക്ക് പറയാൻ പറ്റുന്ന ഡെസർട്ടാണ് ഈ പാൽപ്പിടി. അതിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ റൈസ് ഫ്ലോർ, ഷുഗർ, ഏലക്ക പൊടിച്ചത്, തേങ്ങയുടെ 1-ാം പാൽ, തേങ്ങയുടെ 2-ാം പാൽ. ആദ്യമായിട്ട് നമുക്ക് അത് ചെയ്യേണ്ടുന്നത് റൈസ് ഫ്ലോർ നമ്മൾ സാധാരണ കൊഴുക്കൊട്ടയ്ക്കോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇലയടയ്ക്കൊക്കെ ഉണ്ടാകുന്ന രീതിയിലുള്ളൊരു ഒരു മിക്സർ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിൽ റൈസ് ഫ്ലോർ, കോക്കനട്ട് മിൽക്കും വാട്ടറും ഉപയോഗിച്ചൊരു മിക്സർ ഉണ്ടാക്കുന്ന ആ ഒരു മിക്സറാണ് മെയിനായിട്ടും അതിൻ്റെ ഒരു ഡംപ്ലിങ്സ് ആയിട്ട് വരുന്നത്. നമുക്ക് ആദ്യമായിട്ട് ഈ പാൽപ്പിടി ഉണ്ടാക്കാനുള്ള ഈ സിറപ്പ് ഉണ്ടാക്കാം. സിറപ്പിന് വേണ്ടുന്നത് തേങ്ങയുടെ 1-ാം പാൽ, കുറച്ച് വെള്ളം, പഞ്ചസാര, ഏലക്കാപ്പൊടി എന്നുള്ളതാണ്. ജസ്റ്റ് തേങ്ങാപ്പാൽ ഒഴിക്കുന്നു. ഒരു 2 കപ്പ് തേങ്ങാപ്പാൽ, അത്രയും തന്നെ വെള്ളം, ലൈറ്റായിട്ട് സ്ലോ ഫ്ലെയിമിൽ നമ്മളതൊന്ന് ചൂടാക്കി. നോർമലി ഈ പിടി നമുക്ക് സാധാരണ പശുവും പാലിലും ഉണ്ടാക്കാം. ഈ പാല് ചൂടാവുന്ന സമയത്ത് നമുക്ക് ഈ മാവ് കൊണ്ട് ചെറിയ ചെറിയ ഉരുളകൾ പിടിക്കുക. അതായത് അതിൻ്റെ ആ ഒരു ഡംപ്ലിങ്സ് അനുസരിച്ച് ജസ്റ്റ് കൈ ഒന്ന് വെറ്റ് ചെയ്തിട്ട് മാവ് ചെറിയ ഇതായിട്ട് എടുക്കുക. ചെറിയ ഉരുളകൾ പിടിക്കുക. നമ്മൾ ജസ്റ്റ് കൊഴുക്കട്ടയ്ക്ക് എടുക്കുന്ന പോലെ തന്നെ കൊച്ചു ഉരുളകൾ. ഒരിക്കലും ഈ അരിമാവ് ഉണങ്ങാൻ പാടില്ല. ഉണങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി, ടെക്സ്ചർ നഷ്ടപ്പെടും. അപ്പോൾ എപ്പോഴും നമ്മൾ ആ കൈ ഒന്ന് ഒഴിച്ച് പച്ചവെള്ളത്തിൽ പറ്റും നനച്ചതിന് ശേഷം ആ ഒരു നല്ല സോഫ്റ്റ്നെസ് ആ ഒരു മാവിന് കിട്ടുന്നതാണ്. പിടി നമുക്ക് ഇത് മധുരമായിട്ട് തന്നെയല്ല, നോർമലി കുട്ടനാട്ടുകാർ ഇത് ബീഫിൻ്റെ കൂടെയും ചിക്കൻ്റെ കൂടെയും ഒക്കെയും ഈ പിടി, ഇറച്ചിപ്പിടി, കോഴിപ്പിടി, അങ്ങനെ പല രീതിയിൽ കുട്ടനാട്ടുകാർ ചെയ്യാറുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ ഉരുളകൾ ഇത് റെഡിയായി കഴിഞ്ഞു. നമ്മളത് ഒന്നുകിൽ ഇത് 2 രീതിയിൽ നമുക്ക് ചെയ്യാം. ഡയറക്റ്റ് ഈ കോക്കനട്ട് പാലിനകത്ത് ഇതിട്ട് കുക്ക് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടിയപ്പവും അല്ലെങ്കിൽ കൊഴുക്കട്ട ഉണ്ടാക്കുന്ന പോലെ ഒന്ന് സ്റ്റീം ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ ഇത് പൊട്ടാതെ ഇരിക്കും. പാല് ചൂടായി വരുന്നു. ഒരിക്കലും ഈ തേങ്ങാപ്പാൽ നമ്മൾ ബോയിൽ ചെയ്യുമ്പം ഒരിക്കലും അത് ഓവർ ഹീറ്റിലാവാൻ പാടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ അത് പിരിഞ്ഞു പോകും. അപ്പോൾ സ്ലോ ഫ്ലെയിമിലായിരിക്കും എപ്പോഴും നല്ലത്. ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഷുഗർ ആഡ് ചെയ്യാനകത്തേക്ക് ഒരു 1/2 കപ്പ് ഷുഗർ. അത് ഓരോരുത്തർ ടേസ്റ്റ് അനുസരിച്ച് ഷുഗർ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ആഡ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്. ഇപ്പോൾ പാൽ ഒരുവിധം ചൂടായി തിളച്ച് തുടങ്ങാൻ പോവുകയാണ്. നമുക്കിനി ഇത് നമ്മൾ ഉണ്ടാക്കിയേക്കുന്ന ഈ ഉരുളകൾ, അതായത് ഈ റൈസ് ഫ്ലവറിൻ്റെ ഈ ഡംപ്ലിങ്സ് ജസ്റ്റ് ഇതിലേക്ക് ഓരോന്നോരോന്ന് ആഡ് ചെയ്യാം. ഒരിക്കലും അത് അതിൻ്റെ ഒന്നിനും പുറകെ ഒന്നായിട്ട് മേളിലായിട്ട് വീഴരുത്. കാരണം ഇത് ഉടഞ്ഞു പോകുക, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ കൂടിച്ചേരും. ജസ്റ്റ് അകത്തി അല്ലെങ്കിൽ ദൂരെ മാറ്റിയിടുക. എന്നിട്ട് സ്ലോ ഫ്ലെയിമിൽ അതൊന്ന് ഈ പിടിയെല്ലാം ഇപ്പം തേങ്ങാപ്പാലിനകത്ത് പോയി കഴിഞ്ഞു. ആ ഒരു ചെറിയൊരു ഫ്ലെയിമിൽ അല്ലെങ്കിൽ ചെറിയ ചൂടിൽ അതിനി അതിനകത്ത് കിടന്ന് വേവുക മാത്രമേ ബാക്കിയുള്ളൂ. വളരെ ആ ഒരു തേങ്ങാപ്പാലിൻ്റെ ആ ഒരു മണവും അതിൻ്റെ ആ ഒരു രുചിയും ആ പിടിയിൽ പിടിച്ച് കഴിയുമ്പോൾ അതിൻ്റെ മധുരം എല്ലാണ്ടാകുമ്പോൾ വളരെ നല്ലൊരു 4 മണി പലഹാരമോ അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ സ്വീറ്റായിട്ടൊക്കെ നമുക്ക് മറ്റുള്ളവർക്ക് വിളമ്പാവുന്നൊരു വളരെ വിശിഷ്ടപ്പെട്ടൊരു ഡിഷാണിത്. നമ്മളുടെ ഈ പാൽപ്പിടി ഏകദേശം റെഡിയായി കഴിഞ്ഞു. കണ്ടു കഴിഞ്ഞാൽ നമ്മളിപ്പം നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ കിട്ടുന്ന നമ്മുടെ രസ്മലൈ പോലെയും രസഗുള പോലെയൊക്കെ തോന്നും. നമുക്കിനി ജസ്റ്റ് നമുക്ക് ഈ സോറിങ് പ്ലേറ്റിലേക്ക് എടുക്കാം. അതൊരു ഗാർണിഷനായിട്ട് ഞാൻ ജസ്റ്റ് 2 സ്ലൈസ് ബനാന അതിലേക്കാണ് ഈ പിടി എടുക്കുന്നത്. ഈ പിടി ഇതിലേക്ക് കോരിയെടുക്കാം. നമുക്ക് ജസ്റ്റ് നല്ല ആ ഡംപ്ലിങ്സ്, ആ ഒരു അരിയുടെ ആ കൊഴുക്കട്ട, ചെറിയ കൊഴുക്കട്ടകൾ ആദ്യം ഇതിലേക്ക് എടുത്തതിന് ശേഷം നമുക്ക് ആ സിറപ്പ് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ജസ്റ്റ് നമുക്കിതിനൊരു ജസ്റ്റ് ഗാർണിഷ് ഈ കാടമം അല്ലെങ്കിൽ ഏലക്ക പൊടിച്ചതെന്ന് ജസ്റ്റ് ഒന്ന് തൂവി കൊടുക്കാം മേൽഭാഗത്തൂടെ. വളരെ പ്ലീസബിളുള്ള ഒരു നാടൻ ഡെസേർട്ടാണ്, അല്ലെങ്കിൽ നാടൻ സ്വീറ്റാണ്. അതായത് ഈസ്റ്ററിൻ്റെ സ്പെഷ്യലായിട്ട് കുട്ടനാട്ടുകാരുടെ
മാത്രം പ്രത്യേകതയായ പിടിയിൽ ഉണ്ടാക്കിയെടുത്ത പാൽപ്പിടിയാണ് ഈ കാണുന്നത്. ഈസ്റ്ററിന് നമ്മൾ വിഭവസമൃദ്ധമായ സദ്യയൊക്കെ ഒരുക്കുമ്പോൾ നമ്മുടെ തീന്മേശകളെ അലങ്കൃതമാക്കുവാൻ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് പരമ്പരാഗതമായി കിട്ടിയ പല ഡെസേർട്ടുകളോ സ്വീറ്റുകളോ ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും കുട്ടനാട്ടുകാർ എന്നും ഓർമ്മയിൽ സൂക്ഷിക്കുന്ന പോയ തലമുറയുടെ ഒരു മധുര പലഹാരമാണ് ഈ പാൽപ്പടി. ഈസ്റ്റർ വിഭവങ്ങൾ ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ.